തുടയ്ക്കുവാൻ കാരുണ്യരൂപാ വരുമോ? കരയുന്ന മിഴികളിൽ കണ്ണീർ തുടയ്ക്കുവാൻ കാരുണ്യരൂപാ വരുമോ? നീറുന്ന ഹൃദയത്തിൽ സാന്ത്വനമേകുവാൻ ആശ്വാസദായക വരുമോ? നീറുന്ന ഹൃദയത്തിൽ സാന്ത്വനമേകുവാൻ ആശ്വാസദായക വരുമോ? കരയുന്ന മിഴികളിൽ കണ്ണീർ തുടയ്ക്കുവാൻ കാരുണ്യരൂപാ വരുമോ? വ്യാധിയാൽ നീറും ശരീരത്തിൽ സൗഖ്യം പകരുവാൻ വരുമോ? പ്രാർത്ഥിക്കാൻ ദൈവമേ, സ്വർഗ്ഗപിതാവേ, അവിടുത്തെ ദാസന്റെ ജീവിതം അവിടുന്ന് കണ്ടതായ സമയം പൂർത്തീകരിച്ച് നിന്റെ സന്നിധിയിലേക്ക് വേർതിരിക്കപ്പെട്ടു. കർത്താവേ, ഈ നിന്റെ മകന്റെ വിയോഗത്തിൽ ദുഃഖത്തിലായിരിക്കുന്ന കുടുംബാംഗങ്ങളെ ദൈവം സമർപ്പിച്ച് പ്രാർത്ഥിക്കും. പ്രത്യേകിച്ച് മാതാവിനെയും സഹോദര കുടുംബങ്ങളെയും ബന്ധുക്കളെയും ചാർച്ചക്കാരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് തന്നു, കർത്താവെടുത്തു, കർത്താവിന് നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് പ്രാർത്ഥിപ്പാൻ അവരെ സഹായിക്കുന്നു. ദൈവമേ, തുടർന്നുള്ള ശുശ്രൂഷയ്ക്കായിരിക്കുന്ന ദേവാലയത്തിൽ ഭൗതിക ശരീരമായിട്ട് കടന്നു വന്നിരിക്കുന്നു. ഇതിൻ്റെ കൃപ ധാരാളമായിട്ട് നൽകണം, അനുഗ്രഹിക്കണം. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണമേ. യഹോവേ, നാം ഒന്നും കൊണ്ടുവന്നിട്ടില്ല, ഇവിടെ ഞാൻ ഒന്നും കൊണ്ടുപോകാൻ കഴിയുന്നതില്ല. യഹോവെന്നു എടുത്തു, യഹോവ നാമം വാഴ്ത്തപ്പെടും.
അവർ നിന്നിൽ ആശ്രയിക്കുന്നവർ ഞങ്ങൾ നിന്നിൽ ആശ്രയിക്കണം. അവർ നിന്നിൽ സന്തോഷിക്കുന്നവർ ഞങ്ങൾ നിന്നിൽ സന്തോഷിക്കേണ്ടതിനും അവർ നിന്നെ സ്നേഹിക്കുന്നവർ ഞങ്ങൾ നിന്നെ സ്നേഹിക്കേണ്ടതിനും അവരുടെ മനോഭാവത്തിൽ തരണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹ മൂലം ഞങ്ങളോട് അപേക്ഷിക്കുന്നു. വെളിപാട് പുസ്തകം 21-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. വെളിപാട് പുസ്തകം 21-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം കർത്താവിനായി അനുഗ്രഹിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗ്ഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നതും ഞാൻ കണ്ടു. സിംഹാസനത്തിൽ നിന്ന് ഒരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടു. ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം, അവൻ അവരോടുകൂടെ വസിക്കും. അവർ അവന്റെ ജനമായിരിക്കും. ദൈവം താൻ അവർക്ക് ദൈവമായി അവരോടുകൂടെ ഇരിക്കും. അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. ഇനി മരണം ഉണ്ടാകുകയില്ല, ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകുകയില്ല. ഒന്നാമത്തേത് കഴിഞ്ഞുപോയി. സിംഹാസനത്തിലിരിക്കുന്നവൻ ഇതാ ഞാൻ സകലവും ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും. നാം കേട്ടത് ദൈവവചനം. സഭ ശുശ്രൂഷകരെ പ്രിയപ്പെട്ടവരെ, ദുഃഖം വളരെ സമയം അനുശോചനം രേഖപ്പെടുത്തുക എന്നുള്ളത് നമ്മുടെ കർത്തവ്യമാണെന്ന് ഒരിക്കലും മരിക്കുകയും യാതൊരു മനുഷ്യർ കൽപ്പിച്ചിരിക്കുന്നു. ഒരിക്കുന്ന മനുഷ്യന് മരണമുള്ളത് അതെപ്പോഴാകുന്നു എന്ന് നമുക്ക് അറിയുവാനായിട്ട് സാധിക്കും. ഏത് മനുഷ്യന് ഉറച്ചുണ്ടായ ഒരു ശ്വാസം മാത്രമാകുമെന്ന് ദൈവവചനം ഓർമ്മിക്കുന്നത്. ഞാൻ ഈ കണ്ട വാർത്ത അതേപോലെ ഞാൻ ചെറുപ്രായത്തിൽ അവനെ കണ്ടിട്ടുണ്ട് എന്നുള്ളതല്ലാതെ പ്രായമായതിനു ശേഷം എന്നെ കാണുവാനായിട്ട് സാധിച്ചു. ചെറുപ്രായത്തിൽ പിണറായി ഞാൻ തീർച്ചയായിട്ടും ഇരിക്കുന്ന സമയത്ത് വിനോദിച്ചിരിക്കാൻ നമ്മളെ വെച്ച് വേണ്ടതിൻ്റെ അന്ന് ഞാൻ ഓർക്കുന്നു. വിശേഷ അവരുടെ ഒരുപാടായതുകൊണ്ട് ഇവരെ കാണുവാനായിട്ട് സാധിക്കാതാവുന്നു. ഞാൻ വിനോദിച്ചയും അതുപോലെ ഗർജിയെയും എല്ലാവരും കൂടെ കാണാനായിട്ട് സാധിച്ചു. പ്രതിനിധികളെ കാണാൻ
ദുഃഖത്തിൽ ആയിരിക്കുന്നവർക്ക് ആശ്വാസത്തെ കൊടുക്കാൻ ദൈവത്തിൻ്റെ വചനത്തിന് മാത്രമേ സാധ്യമാകുള്ളൂ. 91 സങ്കീർത്തനം നമ്മളെ ഓർമ്മിക്കുന്ന തലമുറയായി നിങ്ങളുടെ സങ്കേതമാകും, അനാദിയായും ശാശ്വതമായ നിങ്ങളുടെ ദൈവമാകും. നീ മധ്യനെ പുതിയിലേക്ക് മടങ്ങി ചെയ്യുവാനാകും, മനുഷ്യപുത്രന്മാരെ തിരികെ വരും എന്ന് അറിയിച്ചു. 2 അവസ്ഥാവിശേഷങ്ങൾ ഇവിടെ കാണാൻ സാധിക്കും. മധ്യനും മനുഷ്യപുത്രനും 2 വ്യക്തിത്വങ്ങളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് മധ്യൻ പുതിയിലേക്ക് മടങ്ങി ചെയ്തു, മനുഷ്യപുത്രൻ തിരികെ വരുവാനാണ് ദൈവമായ കർത്താവ് കൽപ്പിക്കുന്നത്. ദൈവത്തിൽ വിശ്വസിച്ച്, ദൈവത്തിൽ ആശ്രയിച്ച്, ദൈവകൃപയിൽ ജീവിച്ച് ക്രിസ്തുവിൽ പരിചയപ്പെടുന്നവരെ ദൈവമായ കർത്താവ് വിളിക്കുമ്പോൾ മനുഷ്യമായിട്ടും ആ കൂട്ടത്തിൽ ഈ മകനെ കാണുമ്പോൾ പ്രത്യാശ നോക്കാതെ ദുഃഖത്തിലായിരുന്നവർക്ക് ദൈവമായ കർത്താവ് ആശ്വാസത്തിൽ നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ പ്രദാനം ചെയ്യുന്നതായ കാമരാൻ പെരികര സഭയുടെ അനുശോചനവും എൻ്റെ കുടുംബത്തിൻ്റെ അനുശോചനവും ഞാൻ ഈ അവസരം ഇതുകൊണ്ട് എൻ്റെ വാക്കുകളെ ഇവിടെ പ്രസംഗിക്കട്ടെ. ദൈവം നാം എല്ലാവരുമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. സഭയുടെ ശുശ്രൂഷകരും എൻ്റെ സഹ ശുശ്രൂഷകരെ വേർപാടിൻ്റെ ദുഃഖത്തിൽ ഭാരമനുഭവിക്കുന്ന കർത്താവിൽ പ്രിയമുള്ളത് ദൈവത്തിൻ്റെ സ്നേഹവന്ദനം ഞാൻ ആമുഖമായി അറിയിക്കുന്നു. കഴിഞ്ഞ 46 സംവത്സരം ഈ പ്രപഞ്ചത്തിൽ ജീവിച്ച് ജീവിതം ചരിത്രത്തിൻ്റെ ഭാഗമാക്കിക്കൊണ്ട് നിത്യ സ്വസ്ഥതയിലേക്ക് പ്രവേശിച്ച എൻ്റെ സഹോദരൻ്റെ ജീവിതത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് നിറഞ്ഞ മനസ്സോടെ നന്ദി അർപ്പിക്കുന്നു. കാലത്തിൽ പൊരിഞ്ഞുപോയ സ്നേഹ ദീപമെന്ന് വിശേഷിപ്പിക്കുവാൻ ഉതകുന്ന പ്രിയ സഹോദരൻ്റെ ജീവിത സ്മരണകളാണ് മനസ്സിൻ്റെ കണ്ണാടിയിലൂടെ കടന്നു പോകുന്നത്. ഞാൻ സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന ലാലിച്ചാൻ ഓർമ്മപ്പെടുത്തിയതുപോലെ ഞങ്ങളൊക്കെ ഒരു കുടുംബത്തിലെ അംഗമായി കഴിഞ്ഞ കാലങ്ങളിൽ ജീവിച്ച സന്ദർഭമാണ് ഈ തരുണത്തിൽ ഓർക്കുന്നത്. കിടങ്ങായുള്ള 6-ാം വേലി ഭവനത്തിൻ്റെ മുറ്റത്ത് കളിച്ചും ചിരിച്ചും സന്തോഷിച്ച കൊച്ചുകാലം, ആ കാലഘട്ടം മുതൽ ആ സ്നേഹത്തിൻ്റെ വളർച്ച ഈ സമയങ്ങളിൽ കാത്തു സൂക്ഷിക്കുവാൻ ഞങ്ങൾക്ക് പരസ്പരം സാധിച്ചു എന്നുള്ളത് ഈ തരുണത്തിൽ ഓർമ്മപ്പെടുത്തുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു. എന്നാൽ കഴിഞ്ഞ 10 ദിവസങ്ങൾക്ക് മുമ്പാണ് അപ്രതീക്ഷിതമായിരിക്കുന്ന സാഹചര്യത്തിൽ പ്രിയ കുഞ്ഞിൻ്റെ വേർപാട് വളരെ ഞെട്ടലോടുകൂടി കേൾക്കുവാനായിട്ടുള്ള സാധ്യതയുണ്ടായി. അമേരിക്കയുടെ പ്രദേശത്തെ ഒരു IT കമ്പനിയിൽ ഉന്നത നിലവാരത്തിൽ ജോലി ചെയ്യുവാൻ, ജീവിതം ചരിക്കുവാനും ഒക്കെ ജീവിതത്തിൽ ലഭിച്ച വലിയ ഭാഗ്യം, അത് മാതാപിതാക്കളുടെ പൈതൃകമായി ലഭിച്ച ഒരു വലിയ സമ്പത്തായി ഞാൻ കരുതുകയാണ്. കാലഘട്ടത്തോട് വിടവന്നതായിരുന്ന ബെഞ്ചമിൻ ചായൻ, ഞങ്ങൾ വിളിക്കുന്ന പുനരിച്ചി പുണ്യമായും ഒക്കെ കൊച്ചുപ്രായം മുതൽ അവരുടെ ജീവിതവും ജീവിതശൈലിയും ഒക്കെയും രൂപപ്പെടുത്തുവാൻ അവരുടെ ജീവിതം മാറ്റിവെച്ചപ്പോൾ അവരുടെ കാലഘട്ടത്തിൽ ദൈവതമ്പുരാൻ അവരെ അനുഗ്രഹിക്കുകയും മാനിക്കുകയും
സന്തുഷ്ടമായിരിക്കുന്നു. കുടുംബജീവിതത്തിന് വക്താക്കളായി നിലനിൽപ്പാൻ സാധിച്ചു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഒരു ഡോക്ടറായി പ്രവർത്തിക്കാൻ പ്രിയദാസന് സാധിച്ചു. സെക്രട്ടറിയേറ്റ് ഒരു ലോ ഡിപ്പാർട്ട്മെന്റ് സെക്രട്ടറിയായി പ്രവർത്തിക്കുവാൻ അമ്മാവയുടെ ജീവിതത്തിൽ ലഭിച്ച അനുഭവം. അതാണ് ഞാൻ അടിവരയിട്ട് പറഞ്ഞത്. പൈതൃകമായി തലമുറയിൽ ലഭിച്ച ഭാഗ്യകരമായിരിക്കുന്ന അനുഭവം. 2 കുഞ്ഞുങ്ങളെ ദൈവതമ്പുരാൻ ദാനമായി നൽകി. മൂത്ത മകനെ ദൈവവേലയ്ക്ക് വേണ്ടി സമർപ്പിക്കുവാനും പ്രതിഷ്ഠിക്കുവാനും ആവോളം ഈ നാടുകളിൽ കർത്താവിൽ വേലക്കാരനായി പ്രവർത്തിക്കാൻ പ്രിയ മകനെ ദൈവം ഉപയോഗിക്കും. എന്നാൽ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ഒരു സഹോദരൻ എന്ന നിലയിൽ എനിക്ക് പറയുവാനായിട്ടുള്ളത് ഇതെല്ലാം ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗം എന്ന് മാത്രം നാം മനസ്സിലാക്കേണ്ടതായി വരും. സഭയെ നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കുമ്പോൾ സഭയിൽ നോമ്പ് കാലഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്ന സന്ദർഭമാണ് ഈ സന്ദർഭം എന്ന് പറയുന്നത്. നമ്മുടെ സഭയുടെ പാരമ്പര്യം നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ നോയമ്പ് കാലഘട്ടം ആരംഭിക്കുന്നത് ശാമ്പൽ ബുധനാഴ്ചയോടുകൂടിയാണ് നമ്മുടെ നോമ്പുകാലം ആരംഭിക്കുന്നത്. ചരിത്രം പറഞ്ഞുകൊണ്ട് നമ്മൾ വിചിന്തനം ചെയ്യുമ്പോൾ ഹോശന്നാ പെരുന്നാളിൽ ഉപയോഗിക്കുന്നതായിരിക്കുന്ന പുൽത്തോലകൾ ശേഖരിച്ച് വെച്ച് അത് കഴിച്ച് അതിന്റെ ചാരം ഉപയോഗിച്ച് ഓരോ ശാമ്പൽ ബുധനാഴ്ചയിലും വിശ്വാസ സമൂഹം തിരുദേവാലയത്തിൽ കടന്നു വരുമ്പോൾ നമ്മുടെ പുരോഹിതന്മാർ അവരുടെ ശിരസിന്മേൽ കുരിശിന്റെ അടയാളം ഈ ചാരം കൊണ്ട് വരച്ച് പറയുന്ന ഒരു വാക്കുണ്ട്. മനുഷ്യ, നീ മണ്ണാകുന്നു, നീ മണ്ണിലേക്ക് മടങ്ങിപ്പോകണവനാകും എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ നാടുകളിൽ നൽകുന്നത്. അതുകൊണ്ട് ഈ നോയമ്പ് കാലഘട്ടത്തിൽ ഇങ്ങനൊരു ആഘാതം നമ്മുടെ കുടുംബത്തിന് ഏറ്റുകഴിഞ്ഞപ്പോൾ ഞാനാണ് എടുത്തു പറഞ്ഞത് ദൈവപദ്ധതിയുടെ ഭാഗമെന്ന് അംഗീകരിക്കാനായിട്ടുള്ള ഒരു മനസ്സ് ഈ ദിവസങ്ങളിൽ നമുക്ക് ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. വേദഗ്രന്ഥത്തിന്റെ ഏടുകളിൽ നമ്മൾ മറിച്ചു നോക്കുമ്പോൾ മരണം നമ്മൾ തരുന്ന സന്ദേശങ്ങൾ എന്ന് പറയപ്പെടുന്ന 2 കാര്യമാണ്. ഇതൊരു പുറപ്പാടാകുന്നു, ഇതൊരു യാത്രയാണ്. കഷ്ടങ്ങളും നിരാശകളും ദുഃഖങ്ങളും തലക്കെട്ട് നിൽക്കുന്ന ഈ ലോക സാഹചര്യത്തിൽ നിന്നും സന്തോഷത്തിന്റെ നിർവൃത്തി നിലനിൽക്കുന്ന ഒരു നിത്യതയിലേക്കുള്ള ഒരു പ്രയാണമാണ് മരണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. മരണത്തിന്റെ മറ്റൊരു സന്ദേശം എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഫെസ്റ്റിവൽ, ഇതൊരു ആഘോഷമാണ്. തന്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയത് എന്നാണ് ദൈവത്തിന്റെ വചനം പറയും. കഴിഞ്ഞ 46 വർഷം ഈ ചരിത്രത്തിൽ ജീവിച്ച് ജീവിതത്തിന്റെ അന്ത്യത്തോളം ഒരു ദൈവപൈതലായി നിലനിൽക്കുവാൻ, ദൈവിക അനുഭവമുള്ള ഒരു പൈതലായി നിലനിൽക്കുവാൻ സാധിച്ചതുകൊണ്ട് സ്വർഗം സന്തോഷിക്കുന്ന നിമിഷമായി ഇതിനെ നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. ക്രൈസ്തവ പാരമ്പര്യത്തിൽ നമുക്ക് പറയുവാനായിട്ട് സാധിക്കുന്നത് കർത്താവ് ഗംഭീര നാദത്തോട്, പ്രധാനമുദ്ര ശബ്ദത്തോട്, കാഹളം ധ്വനിക്കുന്ന നാളുകളിൽ വിശുദ്ധന്മാർ മുദ്രപ്രാപിച്ചിരിക്കുന്ന പാറക്കെട്ടുകളെ ഭേദിച്ചുകൊണ്ട് ഉയർത്തുന്ന ഒരു സുദിനമുണ്ട്. ആ സുദിനത്തിൽ തേജസ്സേറിയ മുഖത്തോടുകൂടി പ്രിയ പൈതലിനെ കാണാം എന്നുള്ള വലിയ പ്രതീക്ഷയോട് പ്രത്യാശയോടുകൂടി പ്രിയമകളോട് വിട പറയുവാൻ കുടുംബാംഗങ്ങളായിരിക്കും നമ്മുടെ ജീവിതത്തിൽ സാധ്യതയുണ്ടാകട്ടെ എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി ഈ തരുണത്തിൽ വേർപാടിന്റെ ദുഃഖത്തിൽ മേൽപ്പാട് കുടുംബാംഗങ്ങൾ കരുവാത്ത കുടുംബാംഗങ്ങളും ഭാഗം ചെയ്യുന്നു എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് കുടുംബത്തിന്റെ എല്ലാവിധമായിരിക്കുന്ന ഐശ്വര്യവും അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. സർവേശ്വരനായിരിക്കുന്ന ദൈവം തമ്പുരാൻ നമ്മെ എല്ലാവരെയും ആശ്വസിപ്പിക്കുമാറാകട്ടെ. നന്ദി അറിയിക്കുന്നതിനായി സഹോദരൻ ഞാൻ കൂടുതലെ മൂത്ത സഹോദരൻ റൂബൻ സ്നേഹമായിരുന്നു, ഞങ്ങൾക്കെല്ലാം കരുതലായിരുന്നു. അവരുടെ വിയോഗത്തിൽ ഞങ്ങളെല്ലാവരും അധിക ദുഃഖത്തിലാണ്. എന്നൊരു വചനം വായിക്കാൻ ആഗ്രഹിക്കുന്നു. മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ
ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റൊരു യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശുവായുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർതിരിപ്പാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും ദൈവത്തിനോടുള്ള നമ്മുടെ വിശ്വാസം മുറുകെപ്പിക്കണം. അതാണ് ഞങ്ങൾ കുടുംബമായിട്ട് ചെയ്യുന്നത്. എന്ത് കഷ്ടം വന്നോട്ടെ, എന്ത് പ്രയാസം വന്നോട്ടെ, നമ്മുടെ വിശ്വാസവും നമ്മുടെ പ്രത്യാശയും കർത്താവിൽ തന്നെ ആയിരിക്കണം. മരണം വരും, പ്രശ്നം വരും, പ്രയാസങ്ങൾ വരും, പക്ഷെ നമ്മുടെ വിശ്വാസം ഒരിക്കലും ഉണ്ടാകരുത്, ചോർന്നു പോകരുത്. ഞങ്ങൾ കുടുംബമായിട്ട് ഒരു കാര്യം വിശ്വസിക്കുന്നു: ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപിക്കും. 1994 എൻ്റെ സഹോദരനെ കർത്താവിലേക്ക് നയിക്കുവാൻ കർത്താവിനെ ഉപയോഗിച്ചു. എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഞാൻ വിശ്വാസത്തിൽ ഉറക്കുന്ന സമയത്ത് എൻ്റെ സഹോദരനെ കൂടെ എനിക്ക് കർത്താവിലേക്ക് കൊണ്ടുവരാൻ സഹായിച്ചതാണ് എൻ്റെ ഏറ്റവും വലിയ കാര്യം. മരണത്തെക്കുറിച്ച് പറയുന്ന 3 കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം, ഈ ലോകം ജീവിതം അവസാനിച്ച് പുതിയൊരു ലോകത്തേക്ക് നമ്മൾ കടന്നു പോകുന്നു. അതുകൊണ്ട് ഡെത്ത് ഈസ് നോട്ട് ആൻ എൻഡ്, ഡെത്ത് ഈസ് എ സെലിബ്രേഷൻ. മരണം എന്ന് പറയുന്നത് ഒരു ആഘോഷമാണ്. രണ്ടാമത്, മരണം എന്ന് പറയുന്നത് ആത്മശരീരത്തെ ധരിക്കുന്ന, ഭൗതിക ശരീരം പോയി ആത്മശരീരത്തിലേക്ക് കയറുന്നു. മൂന്നാമത്തെ കാര്യം, മരണം എന്ന് പറയുന്നത് സ്വർഗീയ കൂട്ടായ്മയിലേക്കുള്ള ഒരു പ്രവേശനമാണ്. നമ്മളിവിടെ ഭൗതികമായ സഭയിൽ നിൽക്കുമ്പോൾ സ്വർഗത്തിലെ വലിയ സഭയിലേക്ക് എൻ്റെ മകൻ പോയി. ഞാൻ നന്ദി അർപ്പിക്കുന്ന കർമ്മമാണ് എനിക്ക് നൽകിയിരിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, I want to thank Reverend Father Praveen George Chako, CSI Church ചങ്ങനാശ്ശേരി, ചങ്ങനാശ്ശേരിയിലുള്ള എല്ലാ കമ്മിറ്റി മെമ്പേഴ്സിനും ഞാൻ എൻ്റെ കുടുംബത്തിൻ്റെ പേരിൽ നന്ദി അർപ്പിക്കുന്നു. പ്രത്യേകിച്ച് കിഴക്കര സഭയുടെ വിശ്വാസികൾ, കമ്മിറ്റി മെമ്പേഴ്സ്, ശുശ്രൂഷകർ ലിഫ്റ്റി, പത്തനംതിട്ട സഭയുടെ ശുശ്രൂഷകൻ ജെയിംസ് പോൾ, കിഴക്കരയിൽ നിന്ന് ഞങ്ങളെ സഹായിക്കുകയും ഈ കാര്യങ്ങൾക്കെല്ലാം ഞങ്ങളുടെ കൂടെ നിൽക്കുകയും ചെയ്ത കിഴക്കരയിലെ നല്ല നാട്ടുകാരെ, കൂട്ടുകാരെ, ബന്ധുക്കളെ, വിശ്വാസികളെ നന്ദി. പ്രത്യേകിച്ച് എൻ്റെ അനിയൻ്റെ ബോഡി ഇവിടെ വരുമ്പോൾ 10 ദിവസം 12 ദിവസമൊക്കെ എംബാം ചെയ്താണ് ബോഡി വന്നത്. അപ്പോൾ അത് ശരിയാക്കിയൊക്കെ എടുക്കാനും അതിനൊക്കെയും ഞങ്ങൾക്ക് വളരെ ശ്രമിക്കേണ്ടി വന്നു. പക്ഷേ പ്രത്യേകിച്ചും എനിക്ക് രാജശേഷിയോട് ഞാൻ നന്ദി പറയുന്നു. രാജശേഷി, അനിയൻചേട്ട, ജ്യോതി, തമിഴ്ചായ കോട്ടെ, നിങ്ങളെ എല്ലാ സഹകരണത്തിനായിട്ട് ഞാൻ നന്ദി പറയുന്നു. ഞാൻ പറയാതിരിക്കാൻ വേണ്ടി എൻ്റെ അനിയൻ മരിച്ചു എന്നുള്ളത് വാർത്ത ഞാൻ അറിഞ്ഞപ്പോൾ ഞാൻ രാവിലെ ചെന്നൈയിൽ വെളുപ്പിനെ 5 മണിക്കാണ് ഞാൻ ന്യൂസ് അറിയുന്നത്. അറിയുന്ന സമയത്ത് വിളിച്ചു പറയുന്നത് റൂബിയുടെ കൂടെ ഉണ്ടായിരുന്ന മേറ്റ് ക്ലാസ്മേറ്റ് അല്ലെങ്കിൽ റൂംമേറ്റ് ആയിരുന്ന വിപിനാണ്. വിപിൻ, താങ്ക് യു ഫോർ ഇൻഫോമിംഗ് അസ്. വിപിൻ അവിടെ നിന്നുകൊണ്ട് കുറച്ച് പേരെ പരിചയപ്പെടുത്തി തന്നു. ഇപ്പം അറിയാം, യുദ്ധത്തിൻ്റെ സാഹചര്യമൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഒരിക്കലും ബോഡി നമുക്ക് കിട്ടത്തില്ല. അങ്ങനെ വിപിൻ അവിടെ നിന്ന് ഒരാളെ എനിക്ക് പരിചയപ്പെടുത്തി തന്നു. ഒരു മിസ്റ്റർ അഭിലാഷ് എന്ന് പറയുന്ന വ്യക്തി നമ്മുടെ ഫ്ലോറിഡ മലയാളി അസോസിയേഷൻ ശ്രീ സുശീൽ കുമാർ നാലകത്ത് പ്രസിഡന്റ് നവകേരള ആ സഹോദരനോട് പറയുകയുണ്ടായി. അങ്ങനെ അവര് വളരെ പെട്ടെന്ന് ഇത് എത്രയും പെട്ടെന്ന് ശവശരീരം ഞങ്ങളുടെ അടുത്ത് എത്തിക്കുവാൻ വേണ്ടി ഒരു ടീമിനെ പരിചയപ്പെടുത്തി തന്നു. ടീം 8, ബ്രദർ സാജൻ കുര്യൻ ആൻഡ് മോഹൻ. ഇവർ 2 പേരും ഞങ്ങളോട് പറഞ്ഞു, നിങ്ങളുടെ സഹോദരന്റെ ശരീരം വരാൻ ഒരു ചാൻസും ഇല്ല, യുദ്ധ സാഹചര്യം കാരണം ഒരു ചാൻസും ഇല്ല, ചാരം മാത്രമേ കിട്ടത്തുള്ളൂ. കാര്യം 2 മാസം കഴിഞ്ഞ് ഒരേ പ്രൊസീജിയർ കഴിഞ്ഞ് ചാരം മാത്രമേ തരാൻ പറ്റത്തുള്ളൂ. പക്ഷെ ഞങ്ങൾ ഒന്ന് ശ്രമിക്കാം. അങ്ങനെ കേവലം 12 ദിവസം കൊണ്ട് എല്ലാ യുദ്ധ സാഹചര്യത്തിലെയും ഫ്ലൈറ്റ് കണ്ടുപിടിച്ച് അവര് ഈ ബോഡി ലഭിച്ചു. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് അറിയത്തില്ല, പക്ഷെ നിങ്ങളെ ദൈവമുണ്ട് സഹായിച്ചു, അതുകൊണ്ട് ഞങ്ങൾക്ക് അവരുടെ ശരീരം കാണാൻ കഴിയുന്നു. വരുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവരുടെ കമ്പനിയിലുള്ള മാത്യു ഹൂപ്പർ, ജെയിംസ് കാർഡൻ, പോലീസ് ഓഫ് ഫ്രാൻസ് ഇന്ത്യ, ഇവരെല്ലാവരും സഹായിച്ച് അങ്ങനെയാണ് ഞങ്ങൾക്ക് ഈ ശവശരീരം ഈ ചുരുങ്ങിയ സമയം കൊണ്ട് ഞങ്ങൾ അടുക്കാൻ വരാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് മരണവാർത്ത അറിഞ്ഞപ്പോൾ എൻ്റെ വീട്ടിൽ ഓടിയിരിക്കാം. അതുപോലെ ഡോക്ടർ KVP എബ്രഹാം, റെയിൽവേ ആന്റിക്ക് പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു.
ഈ കാര്യത്തിന് വേണ്ടി എൻ്റെ കൂടെ എൻ്റെ കൂടെ ബോഡി കൊണ്ടുവരാനൊക്കെ വണ്ടി ഓടിച്ച് ഞങ്ങളുടെ കൂടെ എപ്പോഴും സപ്പോർട്ടായിരുന്ന വെസ്റ്റേൺ ഫാമിലി നന്ദി പറയുന്നു. ഞങ്ങളുടെ വീട്ടിൽ വന്ന് ചെന്നൈയിൽ നിന്ന് ജനത്തിന് നന്ദി പറയുന്നു. അതുപോലെ ഈ പ്രത്യേക സാഹചര്യത്തിൽ എൻ്റെ മമ്മിയെ നോക്കാൻ, മമ്മിയെ കരുതാനും വന്ന റാണിയമ്മ, ബിനോയ് സാൻ, ചേച്ചി, പ്രിയമ്മ എല്ലാവർക്കും വേണ്ടി നന്ദി പറയുന്നു. പ്രത്യേകിച്ച് ഞങ്ങളെ ഈ അവസ്ഥ കണ്ട് ഞങ്ങളുടെ ദുഃഖാവസ്ഥയിൽ ഞങ്ങളുടെ ദുഃഖത്തിനോട് പങ്ക് ചെയ്യുമെന്ന് വന്ന അനേകം കൂട്ടുകാരുണ്ട്. ഞങ്ങളുടെ കൂടെ ജിജു ഇവിടെ കൊണ്ട് ഞങ്ങളെല്ലാവരും ഒരുമിച്ച് തുടർന്ന് കളിച്ചു പോകുന്നതാണ്. അങ്ങനെ വന്ന ഫ്രണ്ട്സിന് എനിക്കൊന്ന് ജിജു മാത്രമാണ് തുടർന്ന് വന്നത്, എല്ലാവർക്കും അറിയില്ല. അങ്ങനെ ജിജു, താങ്ക് യു ജിജു. എൻ്റെ ഫാദറിൻ്റെ കുടുംബത്തിൻ്റെ പേര് കോപ്പപ്പള്ളിയിൽ നിന്ന് വന്ന സാജുവിനെ, രവീശ, ചേച്ചി, സുസമാവ, മാത്യുങ്ങൾ എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. എൻ്റെ വൈഫിൻ്റെ ഫാമിലി, ബുദ്ധൻ മണ്ഡലത്തെ ഫാമിലി, മമ്മി, കോച്ചേരി മമ്മി, ജോബി, അതുപോലെ തന്നെ വൈക്കത്തിൽ നിന്നും അൽമാരിയിൽ നിന്നും പത്തനംതിട്ടയിൽ നിന്നും വന്നിട്ടുള്ള എല്ലാ കുടുംബങ്ങൾക്കും ഫ്രണ്ട്സിനും ഞാൻ നന്ദി പറയുന്നു. ഗൂഗിളൊക്കെ ഫ്രണ്ട്സ് ആയിരുന്നിട്ടുള്ള NIC-യിലും CDAC-ലും IBS-ലും ഫ്രണ്ട്സ് ആയിരുന്ന അനേകരുണ്ട്. താങ്ക് യു ഫോർ കമ്മിങ്. ഒരു നല്ല ഒരു യാത്രയായിരുന്നായി നന്ദി. ഫാദർ ആഷ്ലിൻ, താങ്ക് യു. ഫാദറിനെ ഭയങ്കര സ്നേഹിച്ച ഒരു സഹോദരനാണ് ഫാദർ ആഷ്ലിൻ. ട്രിവാൻഡ്രത്തിൽ വന്ന ഫാദർ ആഷ്ലിൻ, താങ്ക് യു. അതുപോലെ ട്രിവാൻഡ്രത്തിൽ നിന്ന് വന്ന ഡോക്ടർ ശ്രീകല, അതുപോലെ തന്നെ ഡോക്ടർ ലത, രാജചേരൻ, അതുപോലെ വന്നിട്ടുള്ള എല്ലാവർക്കും, സഞ്ജയൻ, അതുപോലെ അഡ്വക്കേറ്റ് സന്ധ്യ, അഡ്വക്കേറ്റ് രഞ്ജിത്ത്, അതുപോലെ എൻ്റെ കൂട്ടുകാരൻ പാസ്റ്റർ ഡെനിസ്, അതുപോലെ ഗ്രേസ് ഫാമിലി പ്രതിദാനം ചെയ്യുന്ന പാസ്റ്റർ പ്രകാശൻ ഫാമിലി, എല്ലാവർക്കും നന്ദി പറയുന്നു. അനേക സീനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുകളുണ്ട്. എനിക്ക് എല്ലാവരുടെയും പേരുകൾ അങ്ങനെ അറിയത്തില്ല. എങ്കിലും ഞാൻ ആരെങ്കിലും മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് എന്നോട് ക്ഷമിക്കണം. ഈ ഒരു സാഹചര്യം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കാം. ഞങ്ങൾ ദുഃഖത്തിലാണെങ്കിലും ഞങ്ങൾ പ്രത്യാശയിലാണ്. അല്ലെങ്കില് അപ്പോൾ അന്ന് എല്ലാ അമ്മമ്മമാർക്കും, ചേട്ടന്മാർക്കും, ആന്റിമാർക്കും, അങ്കിൾമാർക്കും എല്ലാ സീനിയറായിട്ടുള്ള ആൾക്കാർക്കും, പ്രത്യേകിച്ച് ശുശ്രൂഷ ചെയ്യുന്ന എല്ലാവർക്കും, മീഡിയ, സെക്രട്ടറി സഹായിച്ച ആൾക്കാർക്കും, പ്രത്യേകിച്ച് സെക്രട്ടറി സാങ്ഷൻ തന്ന കമ്മിറ്റി മെമ്പേഴ്സിനും എല്ലാവർക്കും, എല്ലാ ഫ്രണ്ട്സിനും എൻ്റെ ഹൃദയത്തിൽ നിന്ന്, നേപ്പാളത്തിൽ നിന്ന് ഫാമിലീസ് എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. ദൈവത്തിന് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്നേഹമുള്ള ശുശ്രൂഷകരെ, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ആഗ്രഹിക്കുന്ന ഒരു പുസ്തകം ജീവിതത്തിൻ്റെ പ്രൈം ടൈം, നല്ല പ്രായത്തിൽ ദൈവസന്നിധി വേർതിരിക്കപ്പെട്ട ഒരു ജീവിതത്തിൻ്റെ സ്വപ്നം ചെയ്തുകൊണ്ടാണ് നാം ഇവിടെ കടന്നുപോയിരിക്കുന്നത്. 56 വയസ്സിൽ വളരെ പ്രതീക്ഷകൾ കുടുംബത്തിനും സഭയ്ക്കും സമൂഹത്തിനും ഒരു ചാക്രിക ഇടങ്ങളിലൊക്കെ ഒരുപാട് പ്രതീക്ഷകൾ ബാക്കി വെച്ചിട്ടാണല്ലോ പ്രിയ റൂബൻ ബെഞ്ചമിൻ നമ്മൾ മാറ്റിക്കൊടുക്കുന്നു. ഇടവക സഭയിൽ കഴിഞ്ഞ 2 വർഷമായി ശുശ്രൂഷ ചെയ്യുമ്പോൾ റൂബൻ എന്ന പേര് എനിക്ക് 2 വർഷമായിട്ടുള്ള മാതാവും ബന്ധുക്കളും തിരുവനന്തപുരത്ത് ഔദ്യോഗികമായ മേഖലയിൽ ശുശ്രൂഷ ചെയ്യുകയും വിരമിക്കുകയും അവിടെ സ്ഥിരതാമസം വന്നപ്പോൾ സഭയുടെ പ്രധാനപ്പെട്ട ആരാധനകളിൽ ഒക്കെ ദൂരം യാത്ര ചെയ്ത് നല്ല സമയം ചെലവഴിച്ച് മടങ്ങി പോകുന്നത് എന്ന് മനസ്സിപ്പോഴും പ്രത്യേകിച്ച് കഴിഞ്ഞ മാസം ഇടവക സന്ദർശിച്ചപ്പോൾ ആ സമയത്തും കുടുംബം ഓടിയെത്തിയത് ഞാനിപ്പോൾ ഓർമ്മ.
മറ്റൊരു പേരാണ്. എന്നോട് ചോദിച്ചു, ഇന്ന ആള് ഈ പള്ളിയിൽ മെമ്പറാണോ എന്ന് ഉള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ അങ്ങനെയാണ് ഈ പള്ളിയിൽ മെമ്പറല്ല. അവർ പറഞ്ഞ പേര് മാറിപ്പോയതാണ്. കുടുംബാംഗങ്ങളായും സഭയിലെ ശുശ്രൂഷകരുമായും ഒക്കെ പിന്നീട് സംസാരിച്ചപ്പോൾ മനസ്സിലായി. പ്രിയ സഹോദരൻ ശ്രീ പറഞ്ഞതുപോലെ ഈ ശവസംസ്കാര ശുശ്രൂഷ ഇങ്ങനെ അല്ലായിരുന്നു നടക്കേണ്ടത്. ഒരു പക്ഷേ ഭൗതിക ശരീരം ലഭിക്കുമായില്ല. ലഭിച്ചാൽ തന്നെ ഡൊനേറ്റ് ചെയ്ത ശേഷിപ്പോട് മാത്രമേ ഇവിടെ വരാനുള്ള സാധ്യതയുള്ളൂ. കാരണം ലോകം മുഴുവൻ ഒരു പുതിയ പ്രതിസന്ധിയോടെ കടന്നുപോകുകയാണ്. ഗൾഫിലെ പ്രദേശത്താണ് യുദ്ധം നടക്കുന്നതെങ്കിൽ ഈ പ്രദേശം കടന്നു വേണം എയർലൈനുകൾ വരാനുള്ളത്, അല്ലെങ്കിൽ മറ്റൊരു റൂട്ട് എടുത്തു വേണം. വലിയ പ്രതിസന്ധിയാണ്. സാധാരണക്കാർക്ക് ട്രാവൽ ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യം. ദൈവത്തിൻ്റെ വചനം എത്ര ശക്തമാണ്. ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് എന്ന് കർത്താവ് നമ്മളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ദുഃഖങ്ങളിൽ നമ്മുടെ മനസ്സ് കലങ്ങുന്ന സമയങ്ങളിൽ അവന് ആശ്വാസദായകനായി. ഇവിടെ പേര് പറയപ്പെട്ട പലരുടെയും ആരാണെന്ന് പോലും നമ്മൾ പലർക്കും അറിയില്ല. ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ഒരുപാട് ആളുകളുടെ പേര് അവിടെ പറയുന്നുണ്ട്. എന്നാൽ അവരൊക്കെ ഈ ഭൗതിക ശരീരം ഇവിടെ എത്തിക്കുവാൻ ഇടപെടുന്നത് ദൈവം ഒരുക്കുന്ന വഴികളാണ്. ദുഃഖം ആശ്വാസമായി മാറുന്ന നിമിഷം. മരണം അങ്ങനെ തന്നെയാണ്. നമ്മളെ സ്നേഹിക്കുന്നവരും നാം സ്നേഹിക്കുന്നവരും ഒക്കെ നമ്മെ കവരും, നമ്മളിൽ എടുത്തുകൊണ്ട് പോകും. ഭക്തൻ പോലും പലപ്പോൾ പല ആവശ്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാകും. അല്ലെങ്കിൽ പല സന്ദർഭങ്ങളും, പ്രത്യേകിച്ച് ദാവീദ് ഒരു അടി അകലം മാത്രമേ എനിക്ക് മരണത്തിന് അവനുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. എപ്പോഴാണ് മരണം നമ്മെ തേടി എത്തുന്നത് എന്ന് നമുക്ക് അറിയുള്ളൂ. വളരെ പ്രതീക്ഷയോടുകൂടി പുതിയ സാധ്യതകൾ തേടി യാത്ര ആരംഭിച്ച ഒരു ജീവിതം വളരെ വേഗം അസ്തമിക്കുന്നു. ദൈവത്തെ സ്നേഹിച്ച, ദൈവത്തെ ആരാധിച്ച, ദൈവത്തെ മഹത്വപ്പെടുത്തിയ ഒരു ജീവിതം തന്നെയായിരുന്നു യോബ് എന്ന് പറയുന്ന മനുഷ്യൻ. യോബിനെ കുറിച്ച് എത്ര വലിയ സാക്ഷ്യമാണ് വേദപുസ്തകം രേഖപ്പെടുത്തുന്നത്. എല്ലാ അനുകൂലമായിരുന്ന മനുഷ്യൻ, അത് ദൈവത്തോടാണെങ്കിലും ലോകത്തോടാണെങ്കിലും എല്ലാം അനുകൂലമായിരുന്നു. എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ എല്ലാം അവർ നഷ്ടപ്പെടുന്നു. 10 മക്കളും സൗഭാഗ്യങ്ങളും എല്ലാം ഒറ്റ ദിവസം കൊണ്ട് തന്നെ അവർ നഷ്ടപ്പെടുകയാണ്. എല്ലാം നഷ്ടപ്പെടുമ്പോൾ ദൈവം കൈവിട്ടു പോയോ, ദൈവം എന്നെ ഉപേക്ഷിച്ചുവോ എന്നുള്ള ചിന്തയുടെ മുഖത്ത് യോബ് പറയുകയാണ്, യഹോവ നന്ദി, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുന്നതാണ്. നമുക്കിങ്ങനെ പറയാൻ കഴിയുമോ? ദൈവം നന്ദി, ദൈവം എടുത്തു. 56 വയസ്സ് എന്ന് പറയുന്നത് ഒരു ചെറിയ കാലഘട്ടമാണ്. എന്നാൽ ഈ ചെറിയ കാലഘട്ടത്തിൽ രക്ഷ അവകാശിയായി ലഭിച്ചവരാണ് എന്ന് സഹോദരൻ തന്നെ സാക്ഷ്യപ്പെടുന്നത് എത്ര മനോഹരമാണ്. കർത്താവിനാണ് ആഗ്രഹിക്കുന്നത് എന്നുള്ളത് ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തോത്രം ചെയ്യാം. സഭ, ശരി സഭ, പ്രത്യേകിച്ച് നമ്മുടെ യാത്രകൾ നടത്തുവാനുള്ള സൗകര്യങ്ങൾ ഒരിക്കലും ഈ ഇടവകയിലെ താമസം
ആശ്രയിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് യാത്ര ചെയ്യാം. നാളെ ജീവിക്കുവാൻ ദൈവം നമ്മെ സഹായികളെ പ്രത്യേകിച്ച് ഈ ശുശ്രൂഷയ്ക്ക് ആവശ്യമായ എല്ലാ നൽകുന്ന എല്ലാ ശുശ്രൂഷകളും ഈ യുഗത്തിൽ പങ്കുചേരുന്ന ശുശ്രൂഷയിൽ പങ്കുചേരുന്ന വിശ്വാസികൾ, സഭയിലെ വിശ്വാസികൾ, സഹോദരങ്ങൾ, ചാർച്ചക്കാർ, സുഹൃത്തുക്കൾ, പ്രിയപ്പെട്ടവരുടെ ശുശ്രൂഷകരായി പലയിടങ്ങളിൽ നിന്ന് കടന്നുവന്ന എല്ലാവരോടും അഭിപ്രായമായി ഞാൻ നന്ദി പറയുന്ന ദൈവം നമ്മളെല്ലാവരെയും ആശ്വസിപ്പിക്കട്ടെ. തുടർന്ന് ശുശ്രൂഷകളെ നമ്മളെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ആനന്ദത്തിനും ഭാഗ്യത്തിനും ചെയ്യുന്നല്ലോ ഈ സഹോദരനെ ഈ പാവനോദേ അഴിച്ചറിയുന്നവരുടെ സത്യവിശ്വാസി മരിച്ചുള്ള ആളുകളെയും സർവാസംഭവത്തിനും മോക്ഷോപരിക്കേണ്ടത് ഈ തെരഞ്ഞെടുപ്പോടെ സംഘേഷിക്കണം ഞങ്ങളോടപേക്ഷിക്കുന്നു. അവൻ വിശ്വസിക്കുന്ന എല്ലാവരും മരിച്ചാലും ജീവിക്കും, ജീവിക്കാതെ വിശ്വസിക്കുന്ന ആരും മരിക്കുകയില്ലല്ലോ. അവൻ ഉറങ്ങുന്നവരെ പ്രത്യാശയില്ലാതെ ദുഃഖിക്കരുത്. അവന്റെ ഞങ്ങൾക്ക് ഉപദേശിച്ചല്ലോ. പിതാവേ, ഞങ്ങളുടെ ഈ ആയുസ്സിനെ വിട്ടുപോകുമ്പോൾ ഞങ്ങളുടെ ഈ സഹോദരൻ അനുഭവിക്കുന്നു എന്ന് ഞങ്ങൾക്ക് ആശയുള്ള പ്രകാരം കഥാവിനെ സ്വസ്ഥത അനുഭവിക്കേണ്ടതിന് അന്ത്യദിവസത്തിലെ പൊതുവിലുള്ള ഒരു സ്ഥാനത്തിങ്കൽ ഞങ്ങൾ നിരൂപാകൃതിയുള്ളവരായി കാണപ്പെടുവാനാകേണ്ടതിനും അവന്റെ ഇഷ്ടപൂർവ്വത്തെ സ്നേഹിച്ച് ഭയപ്പെടുന്ന എല്ലാവരോടും എന്റെ ലോകാരംഭമാക്കി കഴിയുന്നത് ആഗ്രഹിച്ചും ഞങ്ങൾക്ക് ലഭ്യമാകേണ്ടതിനും ജീവിതത്തിലേക്ക് ഞങ്ങളെ ഉയർത്തണമെന്ന് ഞങ്ങളുടെ വിനയമായി അപേക്ഷിക്കുന്നു. അതിനുള്ള ഇതിനെ നൽകണമെന്ന് ഞങ്ങൾ അങ്ങയോട് വിനയമായി അപേക്ഷിക്കുന്നു. അപ്പന മക്കളോട് കണ്ണാതൊന്നോട് കാവക്കതിന്റെ വ്യക്തമായിട്ട് കണ്ണു തോന്നുന്നു. അവൻ നമ്മുടെ പ്രകൃതി അറിയുന്നുവല്ലോ. നാം കൂടി എന്നവർ ഓർക്കുന്നു. മനുഷ്യന്റെ ആയുസ് പോലെയാകും. വയലേപ്പ് പോലെ അവ പോകുന്നു. കാറ്റിന് മേലടിക്കുമ്പോൾ അതെല്ലാവരും തോന്നുന്നു. അതിന്റെ സ്ഥലമിന് അതിനെ അറിയുമില്ല. യഹോവയോ എന്നേക്കും ഭക്തമാർക്കും അവന്റെ നീതി മക്കളുടെ മക്കൾക്കും ഉണ്ടാകും. നിത്യവും അമർത്യതയുള്ളവരും അദൃശ്യമായിരിക്കുന്നതായ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ജ്ഞാനിയായും ബഹുമാനശക്തി പരിശുദ്ധാത്മാവുമായ പ്രിയേക ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങളുടെ ഇടയിലായിപ്പോഴും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കുമാറാകട്ടെ. Yeah.
ദൈവത്തോടൊത്തുറങ്ങിടാൻ എത്തുന്നേ ഞാനെൻ നാഥൻ്റെ ചാരി വിട്ടെന്നൊപ്പമുണർന്നിടാൻ. കരയുന്നോ നിങ്ങൾ എന്തിനായി ഞാനൻ സ്വന്ത ദേശത്ത് പോകുമ്പോൾ? കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനെൻ നാഥൻ്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ. ദേഹമെന്നൊരാ വസ്ത്രമൂരി ഞാൻ 6 അടി മണ്ണിലാഴ്ത്തവേ, ഭൂമിയെന്നൊരാ കൂടുവിട്ടു ഞാൻ സ്വർഗമാം വീട്ടിൽ ചെല്ലവേ, മാലാഖമാരും ദൂതരും മാറി മാറി പുണർന്നു പോ. ആധിവ്യാധികൾ അന്യമായി കർത്താവേ ജന്മം ധന്യമായി. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനെൻ നാഥൻ്റെ ചാരി ഈ പ്രസവിച്ച മനുഷ്യന് ജീവിച്ചിരിപ്പാണ് കാലം അല്പവും അരിഷ്ടപ്പെട്ട് നിറഞ്ഞിരിക്കുന്നു. പോലുണ്ടായി പൊഴിഞ്ഞു പോകുന്നു. ഒരു നേൽ പോലെ ഞങ്ങൾ നിന്നല്ലാതെ പിന്നെ ആരിൽ നിന്നോ സഹായം അന്വേഷിക്കേണ്ടു. പരിശുദ്ധതയും കർത്താവേ, മഹാശക്തിയുള്ള കർത്താവേ, പരിശുദ്ധതയും മഹാകരുണയുള്ള രക്ഷിതാവേ, നിത്യമരണത്തിന്റെ കൈപ്പായ വേദനയിലേക്ക് ഞങ്ങളെ ഏൽപ്പിക്കരുതേ. കർത്താവേ, നീ ഞങ്ങളുടെ ഹൃദയങ്ങളെ രഹസ്യങ്ങൾ അറിയുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് നിന്റെ കരുണയുള്ള ചെവികൾ അടച്ചു കളയരുത്. എന്നാൽ ഞങ്ങളോട് കനിവുണ്ടാകണമേ. മഹാപരിശുദ്ധനായ കർത്താവേ, മഹാശക്തിയുള്ള ദൈവമേ, പരിശുദ്ധയും കരുണയുള്ള രക്ഷിതാവേ, മഹായോഗ്യനും നിത്യനുമായ വിധി കർത്താവേ, ഞങ്ങളുടെ അന്ത്യനാഴികയിൽ ഞങ്ങൾ യാതൊരു മരണവേദന കൊണ്ടും നിങ്ങൾ നിന്ന് പിരിഞ്ഞു പോകുവാൻ സമ്മതിക്കരുത്. ശവക്കല്ലറയിലെ വിശ്രമത്താൽ ശവക്കുഴിയെ തന്റെ ജനങ്ങളുടെ പ്രത്യാശ കിടക്കെ ശുദ്ധീകരിച്ച കർത്താവായ യേശുക്രിസ്തുവേ, പുനരുത്ഥാനവും ജീവനുമായിരിക്കുന്ന നിന്നിൽ നിന്റെ ദാസൻ സ്വസ്ഥത അനുഭവിക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്ന പ്രകാരം ഈ ശവക്കുഴി നിന്റെ ദാസന്റെ ശരീരത്തിന് ഒരു വിശ്രമ സ്ഥലമായി തീരുവാൻ കൃപയർലണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു.
മരിച്ചുപോയ നമ്മുടെ ഈ പ്രിയദാസന്റെ ആത്മാവിനെ തൻ്റെ അടുക്കിലേക്ക് കൈക്കൊള്ളുവാൻ സർവശക്തി ദൈവത്തിന് തൻ്റെ മഹാകരുണ കൊണ്ട് ഇഷ്ടം തോന്നിരിക്കാൻ സകലതും തനിക്ക് കീഴ്പ്പെടുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് തൻ്റെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോടെ രൂപാന്തരപ്പെടുത്തുന്ന നമ്മുടെ കർത്താവായ യേശുമിശിഹ മൂലം നിത്യജീവനിലേക്ക് ഉയർന്നേൽക്കുമെന്നുള്ള നിശ്ചയം ഉറപ്പും പ്രത്യാശയോടെ നാം ഈ ദാസന്റെ ശരീരത്തെ മണ്ണിന് മണ്ണായി ചാരത്തിന് ചാഴമായി പൂഴിക്ക് പൂഴിയായി ഭൂമിക്ക് ഏൽപ്പിക്കുന്നു. ഞാൻ സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം കേട്ടത് പറഞ്ഞത് എഴുതുക, ഇന്ന് മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ, അവർ തങ്ങളുടെ പ്രയത്നം നിന്നും വിശ്രമിക്കേണ്ടതാകുന്നു എന്ന് ആത്മാവ് പറയുന്നു. നമുക്കെല്ലാവർക്കും ചേർന്നിക്ക് വിശ്വാസ പ്രമാണം ശബ്ദമുയർത്തി ചേർന്ന് ഒരുമിച്ച് ചെല്ലാം. സർവശക്തി പിതാവായി വിശ്വസിക്കുന്നു. അവൻ സർവ്വവേദനപ്പെട്ടവൻ ഇറങ്ങി പരിശുദ്ധാത്മാവിന്റെ അവൻ കഷ്ടപ്പെട്ടു, മനുഷ്യപ്പെട്ടു, സ്വർഗത്തിലേക്ക് വലതുവാർത്തിരിക്കുന്നു. സർവശക്തനായ ദൈവമേ, നിന്റെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുമിശിഹായുടെ ജ്ഞാന ശരീരത്തിൽ ഏകമായ സംസർഗത്തിലും കൂട്ടായ്മയിലും നിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരെ കൂട്ടിച്ചേർത്തിരിക്കുന്നുവല്ലോ. നിന്റെ മായം കൂടാതെ സ്നേഹിക്കുന്നവർക്ക് നീ ഒരുക്കിയിട്ടുള്ള പറഞ്ഞു തീരാത്ത ആനന്ദങ്ങളിൽ പ്രവേശിക്കുവാൻ ഞങ്ങൾ സകല സഹൃദവും ദൈവഭക്തിയുമുള്ള നടപ്പിൽ നിന്റെ അനുഗ്രഹിക്കപ്പെട്ട വിശുദ്ധന്മാരെ അനുഗമിക്കേണ്ടതിന് ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹ മൂലം കൃപ നൽകണമേ. സകല മനുഷ്യരുടെയും പിതാവായ നിത്യദൈവമേ, സർവ്വലോകത്തിന്റെയും ആവശ്യങ്ങളെ ഞങ്ങൾ നിങ്ങളെ പ്രവേശിപ്പിക്കുന്നു. വിദ്വേഷങ്ങളെടുത്ത് സ്നേഹവും പിരിഞ്ചിരിക്കുന്ന ക്ഷമയും ആശ്രയമില്ലാത്ത വിശ്വാസവും ദുഃഖിക്കുന്ന പ്രത്യാശയും അന്ത്യകാലത്തിരിക്കുന്ന പ്രകാശങ്ങളും ഞങ്ങളെ വേണ്ടി ഒരു കാരണവും രക്ഷിതമായ യേശുമിശിഹ മൂലം ഞങ്ങൾ അങ്ങോട്ട് അപേക്ഷിക്കുന്നു. നമ്മുടെ പുനരുദ്ധാനം ജീവനുമാകുന്ന യേശുമിശിഹയുടെ സ്നേഹം നിങ്ങളെ അവങ്കിലേക്ക് ആകർഷിക്കുമാറാകട്ടെ. നമ്മുടെ പുനരുദ്ധാനം ജീവനുമാകുന്ന യേശുമിശിഹയുടെ ശക്തി നിങ്ങളെ അവൻ്റെ ശുശ്രൂഷയ്ക്കായി ബലപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ പുനരുദ്ധാനം ജീവനുമായിരിക്കുന്ന യേശുമിശിഹയുടെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ നിറയുമാറാകട്ടെ. ഇങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും നിങ്ങളെല്ലാവരുടെ മേലും എന്നും എന്നേക്കും ഇരിക്കുമാറാകട്ടെ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കാനാശിഷു കാടൂരവു കർത്താവ് കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരോടുമുള്ള നന്ദി ഒറ്റവാക്കിൽ അറിയിക്കുന്നു. ഇന്ന് ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകിയ ചങ്ങനാശ്ശേരി ഇടവകയുടെ വികാരി റവറൻ പ്രവീൺ ജോർജ് അച്ഛൻ, സഭാ ശുശ്രൂഷകരായി കടന്നു വന്ന ജെയിംസ് പോൾ സാർ, സാം പീറ്റർ സാർ, പ്രിയ ശുശ്രൂഷകരോടുള്ള നന്ദിയും ഒറ്റവാക്കിൽ അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ നിർത്തുന്നു. കർത്താവ് ഞങ്ങളുടെ കൂടെ ഇരിക്കട്ടെ. സമാധാനത്തോടെ പിരിഞ്ഞു പോകുകയും പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങി
എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി വിട്ടെന്നൊപ്പമോ